നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി MLA അമാനത്തുള്ള ഖാനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. വഖഫ് ബോർഡ് കേസിലാണ് നടപടി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടർന്നു വരികയായിരുന്നുവല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു നേതാവിനെ കൂടി MLA ആയ അമാനത്തുള്ള ഖാനെ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കേസിലാണ് അമാനത്തുള്ള ഖാനെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിനായി അദ്ദേഹം EDക്ക് മുന്നിൽ ഹാജരായിരുന്നു. 9.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ED അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരവധി തവണ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ട സമൻസ് അയച്ചിരുന്നെങ്കിലും അമാനത്തുള്ള ഖാൻ ഹാജരായിരുന്നില്ല. തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇന്ന് EDക്ക് മുന്നിൽ അമാനത്തുള്ള ഖാൻ ഹാജരായത്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി അമാനത്തുള്ള ഖാൻ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അത് ലഭിച്ചില്ല. തുടർന്ന് ചോദ്യം ചെയ്യലിനായി ഹാജരാകുകയായിരുന്നു. നേരത്തെ CBI രജിസ്റ്റർ ചെയ്ത കേസ്, ഒപ്പം തന്നെ ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത 3 കേസുകളുമുണ്ട് വഖഫ് ബോർഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട്. അതിൽ 32 പേരെ അനധികൃതമായി നിയമിച്ച കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ CBI രജിസ്റ്റർ ചെയ്ത കേസിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ED കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ED അന്വേഷിച്ചു വരികയും പ്രാഥമികമായി അമാനത്തുള്ള ഖാൻ കള്ളപ്പണ ഇടപാട് നടത്തിയതായി കണ്ടെത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത്. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് രാഷ്ട്രീയ പകപോക്കൽ എന്ന പ്രതികരണം തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും പ്രാഥമികമായി ഉണ്ടായിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. തമിഴ്നാട് ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും നാളെ വിധിയെഴുതും. 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുത്ത്. ഇതിനിടെ 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ട വോട്ടെടുപ്പ്. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക്. ഒരു മാസത്തിലേറെ നീണ്ട പ്രചാരണത്തിനൊടുവിൽ 17 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും നാളെ പോളിംഗ് ബൂത്തിലെത്തുകയാണ്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള 10 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും സായുധസേനയുടെ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുക. രാജസ്ഥാനിൽ 12 സീറ്റുകളിലും UPയിൽ 8ലും ബീഹാറിൽ 4ലും ബംഗാളിൽ 3 സീറ്റുകളിലും നാളെയാണ് വോട്ടെടുപ്പ്. പുതുച്ചേരിയും ലക്ഷദ്വീപും നാളെ വിധിയെഴുതും. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, കിരൺ റിജിജു, പൊൻ രാധാകൃഷ്ണൻ, ദേശീയ നേതാക്കളായ കനിമൊഴി, ദയാനിധി മാരൻ, കാർത്തി ചിദംബരം തുടങ്ങിയ പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജനും 11 കേന്ദ്രമന്ത്രിമാരും 5 മുൻ മുഖ്യമന്ത്രിമാരും നാളെ ജനവിധി തേടും. ഇതിനിടെ 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 25 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. മെയ് 13-നാണ് വോട്ടെടുപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ചെന്നൈ. കേരളത്തിലെ പ്രചാരണ രംഗത്തേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നേർക്കുനേർ. BJPക്കെതിരെ ആശയ പോരാട്ടം നടത്തുന്നുവെന്ന് പറയുന്ന പിണറായി വിജയൻ എപ്പോഴും തന്നെ മാത്രം വിമർശിക്കുന്നത് ആശ്ചര്യമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധി പൗരത്വ വിഷയത്തിൽ പ്രതികരിക്കാത്തത് ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കേരളത്തിലെ പ്രചാരണ വേദികളിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധി സംസ്ഥാന സർക്കാരിനെക്കുറിച്ച് കാര്യമായ വിമർശനങ്ങൾ ഉന്നയിക്കാറില്ല. പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് ചോദ്യം ചെയ്തതോടെ രാഹുലിന്റെ സ്വരം മാറി. 24 മണിക്കൂറും തന്നെ ആക്രമിക്കുന്ന പിണറായി വിജയൻ BJPക്കെതിരെ ഒന്നും പറയുന്നില്ല. രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ മാത്രം BJP ഒന്നും ചെയ്യാത്തതെന്നും രാഹുൽ ഗാന്ധി. Why is none of this happening to the Chief Minister of Kerala? Why is his membership not being taken away? Why is his house not being taken away? Why is he not being interrogated by the ED, CBI and all these? 2 chief ministers are in jail. How come none of this is happening to the Chief Minister of Kerala? ലോകത്തുള്ള മുഴുവൻ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന രാഹുൽ ഗാന്ധി പൗരത്വ വിഷയത്തിൽ മാത്രം ഒന്നും പറയുന്നില്ലെന്ന് പിണറായി വിജയൻ ആവർത്തിച്ചു. ഇത് ചൂണ്ടിക്കാട്ടുമ്പോൾ കോൺഗ്രസിന് പരാതിയാണ്. എന്നാൽ ചോദ്യത്തിന് ഉത്തരമില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്നു.
ഈ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല. എന്തേ പ്രതികരണമില്ലാതിരുന്നത്? തെളിവുകളുണ്ടായിട്ടും കേരള മുഖ്യമന്ത്രി ഇ.ഡി. അറസ്റ്റ് ചെയ്യാത്തത് CPIM BJP ധാരണ കൊണ്ടാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആരോപിച്ചു. CAA ആർട്ടിക്കിൾ 370 തുടങ്ങിയ വിഷയങ്ങളിൽ മോദിക്കെതിരായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷം മാത്രമാണെന്ന് രാഹുൽ ഗാന്ധിക്ക് മറുപടിയായി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. പിണറായി വിജയൻ വർഗീയവാദിയാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞത് വിവരമില്ലായ്മ കൊണ്ടാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ VVPAT രസീതുകളും എണ്ണണം എന്ന ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. വോട്ടിംഗ് മെഷീനുകളിൽ ഒരു തരത്തിലുള്ള തിരിമറിയും സാധ്യമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു. എല്ലാത്തിനെയും സംശയത്തോടെ നോക്കേണ്ടതില്ലെന്ന് പരാതിക്കാരോട് പറഞ്ഞ കോടതി ഹർജി വിധി പറയാനായി മാറ്റി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തുന്ന മുഴുവൻ വോട്ടുകളും VVPAT രസീതുകളുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ നൽകിയ ഹർജിയിൽ രണ്ടാം ദിവസമാണ് സുപ്രീം കോടതി വാദം കേട്ടത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടിംഗ് മെഷീനെപ്പറ്റി ഹർജിക്കാർ സംശയമുയർത്തുന്നത് ദുഷ്ടലാക്കോടെയാണെന്ന് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത്തരം നീക്കങ്ങൾ ജനാധിപത്യത്തിന് നല്ലതല്ലെന്നും കേന്ദ്രം കോടതിയിൽ വാദിച്ചു. VVPAT സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ കോടതിയിൽ വിശദീകരിച്ചു. വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താനോ ഹാക്ക് ചെയ്യാനോ സാധ്യമല്ലെന്നും നിലവിൽ VVPAT എണ്ണുന്ന രീതിയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നുമാണ് കമ്മീഷന്റെ നിലപാട്. വാദം കേട്ട കോടതി എല്ലാ കാര്യങ്ങളെയും സംശയത്തോടെ കാണുന്നത് ശരിയല്ലെന്ന് ഹർജിക്കാരെ ഓർമ്മിപ്പിച്ചു. സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും എല്ലാ കാര്യങ്ങളും ഹർജിക്കാരോട് വിശദീകരിക്കാനാകുമോ എന്നും കോടതി ചോദിച്ചു. തുടർന്ന് ഹർജി വിധി പറയാൻ മാറ്റുകയായിരുന്നു. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരാണ് ഹർജി പരിഗണിച്ചത്. 24 ഡൽഹി. കണ്ണൂർ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞു. പുല്ലാട്ട് കർണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതിനിടെ 5 പേർക്ക് പരിക്കേറ്റു. സജോ ദേവസ്യുണ്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന്. സജോ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് രാത്രിയോടുകൂടിയാണ് കണ്ണൂർ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വിഷുവിളക്ക് ഉത്സവ എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞത്. പരിഭ്രാന്തി പരത്തി വലിയ തോതിൽ ആളുകൾ പരിഭ്രാന്തിയോടുകൂടി ഓടി അങ്ങനെ ഓടുന്നതിനിടെ വീണ് ഏതാണ്ട് 5ഓളം പേർക്ക് പരിക്കേറ്റു. നിസ്സാര പരിക്കുകളാണ്, ഗുരുതരമായ പരിക്കുകളില്ല. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ആനയുടെ പാപ്പാന്മാരും ഒപ്പം അവിടെയുള്ള ആളുകളും ചേർന്ന് ആനയെ തളയ്ക്കാനായി. അത് വലിയൊരു അത്യാഹിതം ഒഴിവാക്കി എന്ന് തന്നെ പറയണം. വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി വലിയ തോതിൽ ഭക്തജനങ്ങളടക്കം സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായാണ് ആന ഇടയുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നാലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വലിയ തോതിൽ ഓടി മാറി. പക്ഷേ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നതിനാൽ ഓടുന്നതിനിടെയാണ് ചിലർ വീണത്. അങ്ങനെ ഈ ഓടുന്നതിനിടെ ആൾക്കൂട്ടം ഒരുമിച്ച് കൂട്ടത്തോടെ ഓടുകയായിരുന്നു പരിഭ്രാന്തരായി. അങ്ങനെയാണ് ചില ആളുകൾക്ക് വീണ് പരിക്കേറ്റത്. ആനയെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ പാപ്പാന്മാർക്കും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്കും ചേർന്ന് തളയ്ക്കാനായി എന്താണ് ആശ്വാസകരമായ കാര്യം. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് നോക്കിയാൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മോക്ക് പോളിൽ BJPക്ക് അധിക വോട്ട് ലഭിച്ചെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പ്രിന്റ് എടുക്കാതിരുന്ന VVPAT സ്ലിപ്പാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത് എന്നാണ് വിശദീകരണം. സുപ്രീം കോടതിയെയും കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചു. ഇന്നലെ നടന്ന മോക്ക് പോളിംഗിൽ 10 വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ 11 VVPAT സ്ലിപ്പുകൾ ലഭിക്കുന്നുവെന്നും അധിക വോട്ട് BJP സ്ഥാനാർത്ഥി ML അശ്വിനിക്കാണ് പോകുന്നതെന്നും ആയിരുന്നു പരാതി. LDF, UDF സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരാണ് പരാതി ഉന്നയിച്ചത്. 4 മെഷീനുകളിലാണ് പ്രശ്നം കണ്ടെത്തിയത്. കൺട്രോൾ യൂണിറ്റിൽ 10 സ്ഥാനാർത്ഥികൾക്ക് 10 വോട്ട് തന്നെയാണ് വരുന്നത്. എന്നാൽ VVPATൽ വോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ 11 പ്രിന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി. യന്ത്രങ്ങൾ സജ്ജമാക്കിയതിനു ശേഷം ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പ്രിന്റ് എടുക്കാതിരുന്ന VVPAT സ്ലിപ്പാണ് പിന്നീട് നടന്ന മോക്ക് പോളിംഗിനിടെ പുറത്തുവന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. ഇത് കണക്കുകൂട്ടേണ്ടതില്ലെന്ന് സ്ലിപ്പിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നതായും വിശദീകരണം. ഇക്കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ അവിശ്വസിക്കേണ്ടതില്ലെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ. ആ പരാതി നമ്മൾ അപ്പോൾ തന്നെ പരിശോധിച്ചു. നമ്മുടെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു, ഈ ബെൽ എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഈ കാൻഡിഡേറ്റ്സ് ഏജന്റുമാരെ നമ്മൾ അപ്പം തന്നെ ബോധ്യപ്പെടുത്തി ഇത് ഏതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്.
അപ്പോൾ അതിൽ ഒരു സംശയമേ വേണ്ട. ഈ പ്രോസസ്സ് നമ്മൾ വളരെ ഇതെല്ലാം CCTV ക്യാമറയിലെ റെക്കോർഡിംഗ് ഉണ്ട്. കാര്യങ്ങൾ ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയെന്നും പരാതിയില്ലെന്ന് അവർ എഴുതി ഒപ്പിട്ട് നൽകിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. 24 കാസർഗോഡ്. അമ്പലപ്പുഴ MLA സലാമിനെ വെല്ലുവിളിച്ച് ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. വ്യാജ ആരോപണം ഉന്നയിച്ചാൽ അടിച്ച് കർണക്കുറ്റി പൊട്ടിക്കും എന്നാണ് പരാമർശം. H സലാം തനിക്കെതിരെ ഫേസ്ബുക്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് വേഷം കെട്ടുമായിട്ട് സലാം വന്നു വരുന്നത്. എന്താണ് കേസ്, കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും. പിന്നെ അടുത്തു വന്നിട്ടാണ് ഇല്ലാത്ത ആരോപണം സലാം ഇപ്പൊ ഉന്നയിച്ചതുപോലെ അടുത്തു വന്നിട്ടാണെങ്കിൽ നല്ല കൈക്കോട്ട് കൊണ്ട് മണ്ണ് കളച്ച് മറിച്ച് അത്യധ്വാനം ചെയ്ത കരുത്തുള്ള കൈയാണ് അടിച്ച് കാരണക്കുട്ടി പൊളിക്കാൻ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഇതിന്റെ പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല. തീവ്രവാദികളുടെ പണം വാങ്ങി, കരിമണൽ കർത്തയുടെ പണം വാങ്ങി അത് മുൻ MP ആരിഫിന് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ഈ MLA സലാമിന്. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർക്കെതിരെ കേസ്. 3 പേർക്കെതിരെയാണ് ഇന്ന് കേസെടുത്തത്. സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുന്നത് തെമ്മാടിത്തമാണെന്നും തിരുത്താൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തേജസ് അരങ്ങാടത്തെന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ KK ശൈലജയ്ക്കെതിരെ മോശം പരാമർശനം നടത്തിയെന്ന CPIM പരാതിയിലാണ് കോൺഗ്രസ് നേതാവ് ഹരീഷ് നന്ദനത്തിനെതിരെ കേസെടുത്തത്. ഇയാൾ ബാലുശ്ശേരി പഞ്ചായത്ത് 7ാം വാർഡ് മെമ്പറാണ്. KK ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന പരാതിയിൽ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി KM മിൻഹാജിനെതിരെ മട്ടന്നൂർ പോലീസും കേസെടുത്തു. ഗൾഫ് മലയാളിയായ മിൻഹാജ് ഫേസ്ബുക്ക് വഴി അപകീർത്തിപ്പെടുത്തുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. നൊച്ചാട് സ്വദേശി സൽമാൻ വാളൂരിനെതിരെ പേരാമ്പ്ര പോലീസും കേസെടുത്തു. LDF വടകര മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ഇതുവരെ 4 UDF പ്രവർത്തകർക്കെതിരെയാണ് വിവിധയിടങ്ങളിലായി കേസെടുത്തത്. സൈബർ അധിക്ഷേപം ശുദ്ധ തെമ്മാടിത്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതൊക്കെ ഒരു ശുദ്ധ തെമ്മാടിത്തല്ലേ? ഇത്തരം തെമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാകേണ്ടതുണ്ട്. LDF ഇമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വടകരയിൽ LDF വിജയം ഉറപ്പിച്ചതോടെയാണ് സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ നവമാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണങ്ങളെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വിമർശിച്ചു. 24 കോഴിക്കോട്. കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷമാ മുഹമ്മദിനെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലെ പരാമർശത്തിലാണ് കേസ്. ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ ബാനർ നശിപ്പിച്ച കേസിലെ പ്രതി കോൺഗ്രസുകാരൻ എന്ന് H സലാം MLA ആരോപിച്ചു. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലായിരുന്നു കോൺഗ്രസ് നേതാവും AICC വക്താവുമായ ഷമാ മുഹമ്മദിന്റെ വിവാദ പരാമർശം. മതേതരത്വം ഉണ്ടാവൂല. ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല, പള്ളി മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യാനി പള്ളിയായാലും അതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല. നമുക്കറിയാം ഇപ്പം എന്തെല്ലാം നടക്കുന്നത് ഉത്തരഭാരതത്തിൽ. ഷമ തന്നെ എക്സിൽ പങ്കുവച്ച ഈ പ്രസംഗഭാഗം ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം സ്വദേശി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയത്. തുടർന്ന് പരാതി കോഴിക്കോട് സിറ്റി പോലീസിലേക്ക് കൈമാറുകയും വിദ്വേഷ പ്രസംഗത്തിന് കേസെടുക്കുകയുമായിരുന്നു. മണിപ്പൂരിലെ കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നും കേസെടുക്കാൻ പോലീസിന് തിടുക്കമാണെന്നും ഷമാ മുഹമ്മദ് കുറ്റപ്പെടുത്തി. എന്തിനാ കേസെടുത്തത് എൻ്റെ മേലെ? എന്താ അതിൽ ഞാൻ പറഞ്ഞത് തെറ്റ്? ഒരു മതത്തിൻ്റെ എതിരായിട്ട് സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യൻ പള്ളി കത്തിച്ചിരിക്കാം. അതിൻ്റെ മേലെ ആരാ ഉത്തരവാദിത്തം എടുത്തത്? എനിക്കറിയണം. എന്ത് നടപടി എടുത്തത്? ആരാ ജയിലിൽ പോയത്? ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ ബാനർ നശിപ്പിച്ചതിന് പിന്നിൽ ഗ്രൂപ്പ് വഴക്കെന്ന് H സലാം MLA ആരോപിച്ചു. പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. CCTV എല്ലാം പരിശോധിച്ച് കണ്ടെത്തിയപ്പോഴാണ് നിഹാർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു ക്രിമിനൽ സ്വഭാവം കൂടിയുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ് അത് കീറിയത്. ഷുക്കൂറിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് ഈ പറയപ്പെട്ട നിഹാർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ. അതേസമയം തിരുവനന്തപുരത്ത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ കേസെടുത്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് പോലീസിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. മഹാരാഷ്ട്രയിലെ മാവോയിസ്റ്റ് ബാധിത മേഖലയായ ഗഡ്ചിറോളിയിൽ കനത്ത സുരക്ഷയിൽ പോളിംഗ് ബൂത്തുകൾ സജ്ജം. വനത്തിനുള്ളിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് സായുധ സേനയുടെ സുരക്ഷയിലാണ് ഉദ്യോഗസ്ഥരെ എത്തിച്ചത്. 24 സംഘവും യാത്രയിലുണ്ടായിരുന്നു.
ചാട്ടുകാവിൽ നിന്നാണ് EVM അടക്കം ഉപകരണങ്ങളുമായി വനത്തിനുള്ളിലെ ഗ്രാമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ കാൽനടയായി യാത്ര തുടങ്ങിയത്. മഹാരാഷ്ട്ര പോലീസിലെയും ആന്ധ്ര പോലീസിലെയും സായുധ സംഘത്തിന്റെ കരുതൽ ഒപ്പമുണ്ട്. 4 ബൂത്തുകളാണ് വനത്തിനുള്ളിൽ ഈ സംഘത്തിന് ഒരുക്കേണ്ടത്. യാത്രയുടെ കാഠിന്യം വിവരിച്ച് 24 സംഘവും ഒപ്പം. दौत्यम श्रमकरमेंगिलुम उद्योगस्थरुडे वाक्कुകളിൽ निश्चयदार्ढ्यम. नहीं, हमेशा हम ड्यूटी करते हैं. हम गढ़चिरोली जिले के प्रॉपर है और हमें आदत हो गई. हम हमेशा इलेक्शन ड्यूटी में जाते हैं. तो ये बैग पकड़ के जाना, पिठे लेके जाना हमको अच्छा लगता है और हम खुशी से जाते हैं. साथ में सिक्योरिटी रहती है, सभी अपनी अपनी रिस्पॉन्सिबिलिटी निभाते हैं, तो कुछ लगता नहीं है. 1891 ബൂത്തുകളാണ് ഗഡ്ചിറോളി മണ്ഡലത്തിൽ ആകെയുള്ളത്. ഇതിൽ 319 ബൂത്തുകൾ പ്രശ്നബാധിതം, 200 എണ്ണം ഹൈപ്പർ സെൻസിറ്റീവ്, അതിൽ 12 എണ്ണം അതീവ സുരക്ഷാ ഭീഷണിയുള്ളത്. 11,000 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചത്. 30 കമ്പനി CRPFും ഒപ്പമുണ്ടാവും. രാവിലെ 7 മുതൽ വൈകിട്ട് 3 മണി വരെ മാത്രമാണ് ഗഡ്ചിറോളിയിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ പോളിംഗ് നടക്കുന്നത്. ഏതായാലും ഗഡ്ചിറോളി വനത്തിനകത്താണ് ഇപ്പോൾ 24 സംഘവും ഉള്ളത്. വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അരവിന്ദ് കെജ്രിവാൾ മധുരമുള്ള വസ്തുക്കൾ കഴിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാൻ ശ്രമിക്കുകയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിക്കാനുള്ള തന്ത്രമാണ് ഇതെന്നും ED ഡൽഹി ഹൈക്കോടതിയിൽ വാദിച്ചു. ആരോപണം തള്ളിയ കെജ്രിവാൾ ജാമ്യഹർജി താൽക്കാലികമായി പിൻവലിച്ചു. കെജ്രിവാളിനെ കൊല്ലാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യഹർജിയെ എതിർത്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. കെജ്രിവാൾ അമിതമായി മാമ്പഴങ്ങളും മിഠായികളും കഴിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്താനും ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ജാമ്യം തരപ്പെടുത്താനുമാണ് കെജ്രിവാളിന്റെ ശ്രമമെന്ന് ED കോടതിയിൽ പറഞ്ഞു. EDയുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വാർത്തയുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്നും കെജ്രിവാളിന്റെ അഭിഭാഷകൻ കുറ്റപ്പെടുത്തി. തുടർന്ന് ജാമ്യഹർജി പിൻവലിച്ചു. പുതിയ അപേക്ഷ പിന്നീട് സമർപ്പിക്കുമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അറിയിച്ചു. പിന്നീട് മാധ്യമങ്ങളെ കണ്ട ഡൽഹി മന്ത്രി അതിഷി BJPക്കും EDക്കുമെതിരെ ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങൾ. दूसरा, आप अरविंद केजरीवाल जी के बार बार मांगने पर उनको इंसुलिन नहीं दे रहे हैं. उनका शुगर लेवल बढ़ता जा रहा है. आप उनको दवाई नहीं दे रहे हैं. क्यों? क्योंकि आप उनको मारने की साजिश कर रहे हैं. പ്രമേഹബാധിതനായ അരവിന്ദ് കെജ്രിവാളിന് തിഹാർ ജയിലിൽ ഇൻസുലിൻ നിഷേധിച്ചു. ഭക്ഷണരീതിയെക്കുറിച്ച് ED കോടതിയിൽ കള്ളം പറയുകയാണ്. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കൂടി നിഷേധിച്ച് കെജ്രിവാളിനെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും അതിഷി പറഞ്ഞു. 24 ഡൽഹി. നാളെ തൃശൂർ പൂരം നെയ്തലക്കാവ് ഭഗവതിയുടെ തിടംപേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ ഇന്ന് പൂരവിളംബരം നടത്തി. പൂരത്തിന് തെച്ചിക്കൂട്ടുകാവ് രാമചന്ദ്രൻ തിടംപേറ്റു. ജനാരവത്തിന് നടുവിലൂടെ നെയ്ത്തലക്കാവമ്മയുടെ തിടംപേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നെത്തി. കയ്യുയർത്തിപ്പിടിച്ച് ആർപ്പു വിളിച്ച് ജനസാഗരം ഇരമ്പിയാർത്തു. വടക്കുന്നാഥനെ വണങ്ങി പൂരാനുമതി തേടി 12:15 തെക്കേ ഗോപുര നട തുറന്ന് എറണാകുളം ശിവകുമാർ എത്തിയത്. പിന്നീട് നിലപാട് തറയിലെത്തി ശക്തൻ തമ്പുരാന്റെ അനുമതി സങ്കൽപ്പിച്ച് 3 തവണ ശംഖൂതി പൂരവിളംബരം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വരവോടെ പൂരപ്രേമികളുടെ ആവേശം ഇരട്ടിയായി. ഫിറ്റ്നസ് ടെസ്റ്റ് പാസായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയാകും ഇക്കുറിയും നെയ്ത്തലക്കാവമ്മയുടെ തിടംപേറ്റുക. രാവിലെ കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥന് മുന്നിൽ എഴുന്നള്ളുന്നതോടെ പൂരവരവ് ആരംഭിക്കും. പിന്നാലെ 36 മണിക്കൂർ നീളുന്ന പൂരവും. 24 തൃശൂർ. വാർത്താമഴ പൂർത്തിയാകുന്നു.